ഈ സിനിമയുടെ എല്ലാ ഏരിയയും ഫയറാണ് ഒരൊറ്റ ഏരിയ വെച്ചിട്ട്. ഇതിലെ നായകൻ കത്തിയിട്ട് കുത്തിയാൽ പോലും മുഖത്ത് ഒരു എക്സ്പ്രഷനും വരൂല എന്ന് നിർബന്ധം പിടിക്കുന്ന നായകനാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇത്രയും നിർഗുണനായ ഒരു നായകനെ ഒരു മാസ പടത്തിലൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. പവൻ കല്യാണിന്റെ ഫാൻ ബോയ് ആയ സുജീത്ത് തന്റെ ഐഡോളിന് വേണ്ടിയിട്ട് കൊടുത്ത ഒരു ട്രൈബ്യൂട്ടാണ് ഈ സിനിമ. ദേ കോൾ ഹിം ഓജി. അതിക് രവിചന്ദ്രൻ അജിത്തിന് ഗുഡ് ബാഡ് അഗ്ലി കൊടുത്ത പോലുള്ള അതേ സെയിം ട്രീറ്റ്മെന്റ് ആണ് ഈ പടത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അസാമാന്യ ശക്തിയുള്ള നായകൻ, എല്ലാവരും പേടിക്കുന്ന സ്കിൽസ്, പേടിപ്പെടുത്തുന്ന ഫ്ലാഷ് ബാക്ക്, പിന്നെ ഒരു ജാപ്പനീസ് കണക്ഷൻ, ഇതൊക്കെ ഇവിടെയും ഉണ്ട്. അതൊക്കെ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരൊറ്റ കാര്യം മാത്രമേ പാളിയിട്ടുള്ളൂ, ഹീറോ സെലക്ഷൻ. സിനിമ തുടങ്ങുമ്പോൾ തൊട്ട് പവൻ കല്യാണിന്റെ ക്യാരക്ടറിനെ എലിവേറ്റ് ചെയ്യാനാണ് ഡയറക്ടർ ശ്രമിക്കുന്നത്. വഴി കൂടെ പോകുന്നവരും വരുന്നവരും ഇജാതി ബിൽഡപ്പ് ആണ് പുള്ളിക്ക് കൊടുക്കുന്നത്. മ്യൂസിക്കും അതുപോലെ തന്നെ തമൻ അങ്ങ് കത്തിച്ചിട്ടുണ്ട്. നല്ല കിണ്ണം കാച്ചിയ ഫ്രെയിംസും ഉണ്ട്. പക്ഷേ ഈ ബിൽഡപ്പ് എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് അണ്ണൻ സ്ക്രീനിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ അയ്യെന്ന് പറഞ്ഞു, ഓറ -1000. ഇത്രയും എലിവേഷൻ കിട്ടിയിട്ടും പുള്ളി വന്ന് നിൽക്കുമ്പോൾ അതിന്റെ 1% പോലും ഇമ്പാക്ട് ഓഡിയൻസിന് കിട്ടുന്നില്ല. അത്രയ്ക്ക്